ഗൈസ്, നമ്മളെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കക്കാടംപൊയിലെ നമ്മളൊരു റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിഷ്വൽസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ തുടങ്ങാം നമുക്ക്. ഇതാണ് നമ്മളെ റിസോർട്ടിന്റെ വ്യൂ വരുന്നത്. നമ്മള് 3 വണ്ടിയിലായിട്ടാണ് വന്നത്. നമ്മള് 13-14 പേരുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു വ്യൂ നൈസ് ആണ്. ഇവിടുത്തെ വ്യൂ വരുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ ഇപ്പൊ ഒരുപാടുണ്ട്. നമ്മൾ ആദ്യം മുകളിലേക്ക് പോകാം ഗൈസ്. മുകളിൽ എന്താണ് ചെക്കന്മാർക്ക് പരിപാടി എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ അധികം ആക്ടിവിറ്റീസുകൾ ഉള്ളത്. ക്യാരം ബോർഡ് ഉണ്ട്. ചെക്കന്മാർ ക്യാരം ബോർഡ് കളിക്കുന്നു. ടേബിൾ ടെന്നീസ് ഉണ്ട്. എങ്ങനെയുണ്ട് മക്കളെ? പിന്നെ ഇവിടെ ഫവാസും ആദിലും ഇവിടെ കളിക്കുന്നത്. എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട് കളി? അടിപൊളി. ഭയങ്കര ആവേശത്തിലാണ് പിള്ളേർ. അപ്പുന്റെ മാസ് ഞെരിക്കമായുള്ള കളിയാണ്. മോനെ, അപ്പൊ നമുക്ക് അടിയിലേക്ക് പോയേക്കാം. ആയിക്കോട്ടെ. ഔട്ടായി ഗൈസ്. അപ്പൊ നമ്മള് ഗൈസ്, പുറത്തേക്ക് പോയ ഗൈസ്, പുറത്തേക്ക് പോവാ. പുറത്ത് നമ്മളെ എന്താണ് പരിപാടി എന്നുള്ളത് പോയി നോക്കാം. കിച്ചണില് എന്തൊക്കെയാ ഉണ്ടാക്കുന്നെന്നാ പറഞ്ഞത്. ഇവിടുത്തെ വ്യൂ പോയിന്റ് മൊത്തത്തിൽ കാണിച്ചുതരാം. ഇവിടെ കിച്ചണിലെ പരിപാടിയാണ് ഗൈസ്. പിള്ളേർ ഇവിടെ കളിക്കുന്നത്. പാട്ടൊക്കെ ഉണ്ട്. ഇവിടെ കിച്ചണിലാണ് പരിപാടി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയണം. റിസോർട്ടിനെ കുറിച്ച് താങ്കൾ പറയണോ? ഗൈസ്, എന്താ പറയാനുള്ളത്? സാറാണ് വൻ പരിപാടികളാണ് ഗൈസ്, വൻ പരിപാടികള്. അതെ, മെയിൻ നമ്മളെ മാനേജറും ഒളിനോളുമായ അടിച്ച എന്താ പറയാനുള്ളത്? എല്ലാരും ഞാൻ ചായ കുടിപ്പിച്ച് മുടിപ്പിക്കുവോ? ചായ കുടിപ്പിച്ച് അതില് തീർക്കും. ഷെഫാണ്. ഷെഫിന് എന്താ പറയാനുള്ളത്? ഇന്ന് നമ്മളത്തെ ഡിഷ് എന്തൊക്കെയാ ഗൈസ്? നമുക്ക് എന്താ വേണ്ടി? എന്തള്ളത്? മന്തി അൽഫാം കിട്ടും. അപ്പൊ എന്താ പറയാനുള്ളത്? ബിസ്ക്കറ്റ് കഴിക്കണേ. ബിസ്ക്കറ്റ് കണ്ട് കഴിച്ചു. മന്തി കിട്ടില്ല ഇവിടെ അടിയില്ലേ? മംഗലാപുരത്തിന്റെ ഇവിടെ വരെ വന്നാ എന്തിനാ? മന്തി കഴിക്കാനേ. മംഗലാപുരം സോറി, ഡോക്ടറാണ്, ഞാൻ മറന്നേ. ആക്കുണ്ടോ മോനെ? എന്താ പറയാനുള്ളത്? ഫിസിയോതെറാപ്പി ഡോക്ടറാണ്. ഇന്നലെ എന്തോ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ എന്തോ പറഞ്ഞു മോനെ പറ്റി? ആ വിഷയം വിടരാ. ഇപ്പൊ ആദിച്ച ചായ ഉണ്ടാക്കണേ. ചായ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെയാണോ? ചായ ഫസ്റ്റ് നമുക്ക് ഗ്യാസ് അടുപ്പ് പോകണം. ഗ്യാസ് അടുപ്പ് പോകണം. പിന്നെന്താ വേണ്ടേ? പിന്നെ പാത്രം വേണോ? എടാ പെരീത്തര ചായ അടുക്കള കയറത്ത മനുഷ്യനാണ്. ഇവിടെ നിന്നാണ് ചായ എന്താണ് പാത്രം ചായ ഉണ്ടാക്കാ? എങ്ങനെ പാത്രം ഇല്ലാണ്ട് ചായ ഉണ്ടാക്കാ? ചാളി അടിച്ചാലോ എന്നോട് പറഞ്ഞത്? ഗ്ലാസ് മതി. എന്താണ് കക്കരിക്ക് തീർക്കോ? സലാഡ് ഉണ്ടാവൂലേ? നിയാസിന് എന്താ നിയാസ്, എന്താ പ്രശ്നം? നിയാസ എന്താ ഡാർക്ക് അടിച്ചോ? ഡാർക്ക് അടിച്ചോ? ഏതാ ലുക്ക്? മുടിയിട്ട്
അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. എന്താണ് അല്ല കക്കരി പിടിച്ച് ചെക്കൻ ചോർന്നിട്ടില്ല. അല്ല ഒരു കാര്യം പറയാണ്ട്, വിശക്കണില്ല എന്നുള്ളതൊന്നും ഇവിടെ പരാതി പറഞ്ഞിട്ടോ. വരാൻ ചോറിന് വന്നാ വരാൻ പറഞ്ഞ ഈ കമ്പനി ഫണ്ടിന്ന് എടുക്കാൻ പറ്റില്ല. കമ്പനി ഫണ്ടിന്ന് എന്തെങ്കിലും അധികപ്പറ്റായി തിന്നാല് അല്ലേ അടിക്കോ? അല്ല ആദ്യം ഞങ്ങൾക്ക് ഒരാള് കഴിക്കാൻ പാടുണ്ടോ? കഴിക്കാൻ പാടുണ്ടോ അല്ലേ? അപ്പൊ നമ്മളിഞ്ഞ് ആംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പൂളിന്റെ നമ്മള് വിഷ്വൽസ് കാണിച്ചു തരാം. പൂളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. നമ്മള് പൂളിന്റെ വിശേഷം കാണാം. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള വിഷ്വൽസ്. ഇതാണ് പൂളിൽ ഇവിടെ ചാടും. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു വിഷ്വൽസ് വരുന്നത്. ഇതാണ് നമ്മളെ ഫ്രെയിം. സാധനം കിട്ടിയില്ലെന്ന് പറയാതെ പറഞ്ഞോടക്കെ മൈക്കി പറയും. മൈക്ക് പറഞ്ഞ ഒരു കേൾക്കൂലേ? മൈക്കി പറയും. മുട്ട നമുക്കിന്നൂടെ എന്ത് ചരിത്ര ചെയ്യുന്ന കുറച്ചത് കൂട്ടിയ ഒരു കാര്യപ്പെട്ട അനൗൺസ്മെന്റ്. കുറച്ച് മറ്റേത് കുറച്ചത് ഇത് അത് ചായ വെക്കാൻ ധാരണയുണ്ടോ? ഞാൻ എഞ്ചിനീയറാ. എന്തിന്റെ ആ വെറുതെ തിരിഞ്ഞ അതിനൊന്നും അറിയില്ല. ഈ ഇത് മറ്റേതാ വ്ളോഗാണത്. എന്താ പ്രശ്നം? നിന്റെ പേരിന്ന് പൊടിപ്പ് ചായപ്പൊടി പഞ്ചസാര ഇതൊക്കെ എടുക്കാണ്. അതിനൊക്കെ ബില്ലെഴുതോ? പറയണ്ടേ ആദ്യം വന്നാണ്ട് അന്ന് എടുക്കണ്ട. ബില്ലെടുക്കാണ് ഫണ്ട് ഇട്ടിക്കണല്ലോ. ഫണ്ട് ബാക്കിയാവൂല. അപ്പൊ നിനക്ക് എന്നാ പോരാ? ഞാനില്ലേ മതിയല്ലോ. എനിക്ക് നല്ല ഉപ്പിട്ടാ പോരെ. ആംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ആംപ്ലേറ്റ് ഭയങ്കര താല്പര്യമാണോ? പ്രോട്ടീൻ എന്നാണ് അടിക്കാരൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ചായ ബോംബെ ചായ കൊച്ചിന്നൊക്കെ വിട്ടു. അപ്പൊ നമ്മള് നല്ല മംഗലാപുരത്ത് നല്ലൊരു അടിക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഡബിള് ചട്ടി ചൂടായില്ല. അതിനൊന്നും ഒഴിച്ച് ചട്ടി ചൂടായിന്നോ? എടാ ബ്രെഡ് വാങ്ങിക്കണോ? അപ്പൊ ചായ റെഡി ആയിട്ടുണ്ട്. വിളിച്ചു എടാ ഇതുവരെ ഒരു പ്രശ്നമില്ല ഈ സാധനത്തിന്. നോക്കേ ഇതുവരെ ഇതിനൊരു പ്രശ്നമില്ല. ഈ നാറി എന്താ കാട്ടുന്നത്? ഇതിന് വരെ ഒരു പ്രശ്നമില്ല കേട്ടോ. വല്ലതും അറിയോ? ഇതിനെ കുറിച്ച് വല്ലതും അറിയോ? പഠിക്കാൻ കുട്ടി പറയണ്ടേ? ഇത് യൂട്യൂബില് വരെ ഒരു കട്ടും ഇല്ല കേട്ടോ സാധനത്തില്. റെഡി കാണില്ല. എന്താ സൗണ്ട് കൂക്കണ്? എടാ ആംപ്ലേറ്റ് എടാ ഒരു പീസാടാ. എടാ മോനെ ആംപ്ലേറ്റ് തീർത്ത്. ചായ എവിടെ? ബോംബെ ചായ കുടിക്കൂ താങ്കൾ. എങ്ങനെ റിവ്യൂ പറയും?
ചായ കുടിക്കും. ചായ കുടിച്ചാൽ പോരാ അന്നത്തെ മംഗലാപുരം കയറ്റി വിട്ടാ കണ്ടാലേ മാട്ടിലാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ ആദ്യാ ഞാൻ ബോംബെന്ന് ഒറിജിനൽ ചായ കുടിച്ചിക്കണേ. ഞാൻ ഇത് കുടിച്ചിട്ട് അല്ല ഞാനിത് കുടിച്ചിക്കാണ്ട് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ അറിയും. ആദ്യം പറഞ്ഞ ബോംബെ ചായ നമ്മള് കുടിച്ചോ. എന്ത് ചായടാ മാട്ട ചായ അടിക്കണോ? മാട്ട ചായ ഉണ്ടാക്കണോ? ബോംബെ ചായ അറിയാണ്ട് ആളെ കളിയാക്കുക. ഞങ്ങളുടെ ബോംബെ പോകത്ത കുടിച്ച് ഞങ്ങളുടെ ബോംബെ പോകത്തല്ല. പഞ്ചാര കുറച്ച് തോന്നിട്ടുണ്ട് നല്ല കിടിലേണ്ടായിക്കണായിരുന്നു. എന്ത് ചായ ഉണ്ടത്? എന്താ പറയാ എന്ത് ചായ? ഞങ്ങളുടെ ബോംബെ കാണാത്ത ബോംബെ ചായ അല്ല 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 താങ്കൾ ബോംബെ വരണ്ട്. താങ്കൾ ബോംബെ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. പോയിട്ടില്ല. എന്നിട്ട് ബോംബെ ചായ അറിയേ? ട്രിപ്പിന്റെ കോർഡിനേറ്ററാണ്. ഓൻ തരുന്ന വെള്ളം കുടിച്ചാ കുടിച്ച് അത്രേ ഉള്ളൂ. എടാ മോനെ വീണ്ടും ആംപ്ലേറ്റ്. ആംപ്ലേറ്റ് 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 അയച്ചേ. ആരുണ്ടാക്കി വേണ്ടേ ഇതെന്താ കടിച്ചത്? ഞാൻ എനിക്കെന്താ തന്നാരോ മുളക്? ഓക്കെ അല്ലേ? ചായ ഉണ്ട്. ബോംബെ ചായ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ചായ ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയണം. ഒരു ചായ മാസ്റ്റർ എന്ന സ്ഥിതിക്ക് ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ പറയും. മധുരം ഓവറാണ്. ചായ എങ്ങനെയുണ്ട്? ചായ എങ്ങനെയുണ്ടോ വെച്ചാല് കുഴപ്പമില്ല. നല്ല വെള്ളം കൂടി തോന്നുന്നുണ്ട്. വെള്ളം കുടിക്കണോ? വെള്ളം 4 ഗ്ലാസ്സാ. അപ്പൊ കൂടിയിട്ടില്ലല്ലോ. 4 ഗ്ലാസ് ഏത് ഗ്ലാസ്സാണ് ആ ചെമ്പില്? 4 ഗ്ലാസ് ഈ ചായയും ഈ 6 ബിസ്ക്കറ്റും. ഷെഫാണ്. അത് പൊളിക്കും. നല്ല ഷെഫാണ്. എന്നിട്ട് കല്ലിപ്പും പൊടിപ്പും തിരിച്ചറിയില്ല. കല്ലുപ്പ് പൊടിപ്പറ കല്ലുപ്പ് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം കൊണ്ടിട്ട് അപ്പൊ ഏതാ കാട്ടുന്ന പൊടിത്തോണ്ടിരാ. നമുക്ക് പൊയ്യണം. പൊയ്യാലെ കുസി ഉണ്ടാവില്ല. എടാ എന്താണ് അതൊക്കെ? ആ പൈസ കണ്ട് കൊടുക്ക്. ദുബായിക്കാരൻ അവിടെ സൗദിക്കാരൻ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? തിന്നിട്ട് നിർത്തി ചങ്ങായി. ഒരു കാര്യം ചോദിച്ചുമ്പോ അത് പറയരുത്. അതോ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ ചായ എന്നാ പറയുള്ളൂ. അതോ പെണ്ണുങ്ങളെ അറിയുള്ളൂ. ആ അല്ല ഓന് എന്താ എന്നൊക്കെ ഒരാള് ഇതിനു മുമ്പ് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നോ? എന്താ അനുഭവം? അനുഭവം എന്താ? മൊയ്മീനതകണേ 2 ചോക്ലേറ്റ് വാങ്ങി. ഒന്ന് സവാദിനും ഒന്ന് ഓൻക്കും. കുനാഫ വരണ്ടേക്ക്. എന്നിട്ട് വണ്ടിന്ന് സവാദിന്റെ പൊട്ടിച്ച് എല്ലാരും തിന്ന്. അത് ഓൻ മുടങ്ങി. എന്നിട്ട് ഓനോട് ചോദിച്ചോ പറയാ അത് തരൂല. എന്താണ് കൊടുക്കാനാണ്. അത് പെണ്ണിന്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ കുറിച്ച് അറിയില്ല. നമ്മള് ഉണ്ടാക്കുക. എന്ത് ചെയ്യാ? അത്രേ ഉള്ളൂ അല്ലേ? അത് അത്രേ ഉള്ളൂ. എത്ര സെറ്റായി പോ? അപ്പൊ മുട്ട തിന്നാൻ പൂരിയായിട്ട് അല്ല മുട്ട പോയത് മുട പൊരിച്ചത്. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇതൊക്കെ എന്തില് വരും? ഇതൊക്കെ എന്തില് വരും? ഒത്തുവരൂ. ഇർഷാദേ 3 ആംപ്ലേറ്റ് ഉണ്ടാക്കി ഇവിടെ. 3 ആരാ തിന്നത്? 3 തിന്ന ഇർഷാദാണ്. വെറുതെ അല്ല, അത് ഓൻ അവകാശപ്പെട്ടതാ. അപ്പൊ നമ്മള് എത്രാമത്തെ ആംപ്ലേറ്റാ? എടാ മൈക്കില് വിളിച്ചു പറയും. ചായ വേണോ? വിളിച്ചു പറയും. പോയി പറഞ്ഞേ. അപ്പൊ പിന്നെ ഓല് കളിന്റെ അരത്തിന്റെ ആയിരിക്കട്ടോ. അപ്പൊ നമ്മളെ ഇനിയുള്ള നമ്മള് വിഷ്വൽസ് നൈറ്റ്. അപ്പൊ നൈറ്റിൽ എന്താണ്? നൈറ്റ് മലമ കയറും. പിന്നെ നൈറ്റിൽ എന്തൊക്കെയാ? മന്തി, അൽഫാം കുക്ക് ചെയ്യണം. പിന്നെ ഫുൾ പാർട്ടി ചില്ലേ.
ഓക്കെ കളി മാത്രമാണ് അവിടെ മന്തി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ എല്ലാരും സഹകരിക്കേണ്ടതാണെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. താങ്കൾക്കും പറ്റൂ. അതല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെക്കന്മാരൊക്കെ ഫുൾ വൈബിലായിരുന്നു. കാരണം വീഡിയോ കൂടുതൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരും. ഫുൾ ചിൽ മൂഡിലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് കാണാം. ഓക്കെ, റിസോർട്ടിൽ വന്നാല് വൈബ് ആക്കണ കുറെ ആളുകളുണ്ടാവും. ഒരിടത്ത് വീഡിയോ എടുക്കണവരുണ്ടാവും, ഒരാളെടുത്ത് പാട്ട് പാടണുണ്ടാവും. നമ്മളെ ഏറ്റവും ഹൈലൈറ്റ് എന്താ അറിയോ, നമ്മള് ഫുഡ് ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടല്ലോ, അത് പക്കാ ക്ലിയർ ചെയ്യുന്ന ഒരു കൂട്ടുകാരുണ്ടാവും നിങ്ങൾക്ക്. അതൊന്ന് കമന്റ് ചെയ്യാ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തില് ഫുഡ് ഉണ്ടാക്കുക, നല്ല ടേസ്റ്റോടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാരുണ്ടാവും. അവരൊന്ന് കമന്റ് ചെയ്യുക. ഇതാണ് നമ്മളെ മുത്തുമണി. ഇതാണ് എല്ലാരോടും ആടും പാടുണ്ട്. പക്ഷെ ചെക്കൻ അങ്ങനല്ല. ചെക്കന് ഫുഡിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ക്ലീനിങ്ങില് ഇതുപോലുള്ളവരെ കമന്റ് ചെയ്യുങ്ങള്. ഏതാനും നിമിഷങ്ങൾക്കകം ബാവന്റെ കലാപരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രവാസ ലോകത്തോട്ട് പോകുന്നതിന് വേണ്ടി അവന് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. ദീപമേ മക്കി മദീന നിലാവേ മക്ബൂലിയാത്തി മുഹമ്മദ് റസൂലേ ഉദയ സമാന ഉപകാര ദീന ഉദകും പ്രഭാവേ ഉദയോൻ ഹബീബേ മണി ദീപമേ മക്കി മദീന നിലാവേ മക്ബൂലിയാ അപ്പൊ കിട്ടില്ല സോങ്ങാണ് ബാബാണ് അവതരിപ്പിച്ചത്. ബാബാന്റെ അടുത്ത് എത്ര പ്രതീക്ഷിച്ചില്ല. ബാബ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ബാബ പൊന്നാടിയിരിക്കുന്നു. അടിപൊളി ബാബാന്റെ പാട്ടുണ്ടല്ലോ, കിട്ടില്ലായിട്ടുണ്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ പാട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പൂളിലായിരുന്നു. പിന്നെ പൂളില് വെള്ളത്തില് കളികളും വെള്ളത്തിൽ ചാട്ടം ഇറങ്ങാൻ നിൽക്കണോലും അങ്ങനെ പലരായിട്ട് ഭയങ്കര ഇറങ്ങാൻ ഭയങ്കര ഇതാണ്. അത് തണുക്കല്ലേ. അങ്ങനെ ഫുൾ ചില്ലായിരുന്നു. ഫുൾ വൈബായിരുന്നു. വെള്ളത്തിൽ ഓരോ ആക്ടിവിറ്റി കളികളൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ഫ്രണ്ട്സായിട്ട് എല്ലാവരും ഒരു കൂടൽ കൂടുമ്പോൾ നല്ലൊരു വൈബ് ഉണ്ടാവും. ഇത് നമ്മളെ കക്കടമ്പ് കഴിഞ്ഞ് കക്കടമ്പ് റിസോർട്ടിലായിരുന്നു. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ടായിരുന്നു. നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒരു ടീം ഉണ്ടായിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടവരും എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.